കർക്കിടക മാസത്തിലെ രാമായണം പാരായണം ചെയ്താൽ ഓരോ വീട്ടിലും ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കും. നമുക്ക് മനസ്സിന് കുളിർമയേക്കാനും നമ്മുടെ ജീവിതം ആനന്ദപ്രദമാകാനും നമ്മളുടെ കാര്യസിദ്ധിക്കും അഭീഷ്ടസിദ്ധിക്കും എല്ലാം ഗുണപ്രദമാണ് കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് എന്ന ഒരു ശൈലി നമ്മളുടലെടുത്താൽ നമ്മൾ എക്കാലവും വാഴ്ത്തപ്പെട്ടവരാവും, സന്തുഷ്ടരാവും, നല്ലൊരു കുടുംബജീവിതം നയിക്കും. അപ്പോൾ ഞാനും ഒരു 4 വരി രാമായണം പാരായണം ചെയ്യും. തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണണ്ടകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ട രാഹൂതിയാലോ വിശ്വാദേവതാഗണം തൃപ്തമായതു നേരം. ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ വഹ്നിദേവൻ. താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരൻ കൊടുത്തു മാഞ്ഞിതു. താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം. ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ. കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കും കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തിടിനാൻ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയീതും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദികർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൻ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതിപ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പാൽപമായി ചമഞ്ഞിതു സന്താപം. ദിനംതോറും അല്പഭാഷണീയന്മാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തവും സവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിരുന്നവരവരൻ. ഇത് പുത്രന്മാർ ജനിക്കാൻ വേണ്ടി ദശരഥൻ അവർക്ക് പായസം കൊടുത്ത് കുട്ടികളെ ജനിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണിത്. ഇനി അടുത്തത് ഭിന്നിച്ചില്ല കേട്ടോ.